ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റഡി കോർണർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മലയാള പാഠപുസ്തകത്തിലെ 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അധ്യായത്തിൻ്റെ പേര് നോക്കൂ, നന്നായി ഉണ്ണാൻ. എന്താണ് ഉണ്ണാൻ? ഉണ്ണുക എന്ന് വെച്ചാൽ കഴിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുക, അതിനൊക്കെയാണ് നമ്മൾ ഉണ്ണാൻ എന്ന് പറയുന്നത്. നന്നായി ഉണ്ണാൻ, നല്ലതുപോലെ ഉണ്ണാനല്ലേ. അപ്പോൾ ഒരു സ്റ്റോറി, ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിലോട്ട് നോക്കൂ, പാഠപുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജിലോട്ട് നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ 3 ആനകളെ കാണുന്നുണ്ടല്ലേ. ഒരാന മരത്തിൻ്റെ താഴെ നിൽക്കുന്നതും ഒരാന അതിലൂടെ കടന്നു പോകുന്നതും മറ്റൊരാനയുടെ മുഖത്തിൻ്റെയും തുമ്പിക്കൈയുടെയും ഒരു ചെറിയ ഭാഗവും കാണുന്നുണ്ട്. അതുപോലെ ഒരു മരത്തിന് മുകളിൽ കിളികൾ ഇരിക്കുന്നതും കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവരവിടെ എന്താണ് സംസാരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നന്നായി ഉണ്ണാൻ എന്ന ആ ഒരു അധ്യായം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. റെഡി അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഫസ്റ്റ് നോക്കൂ കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികൾ വിശന്നു കരയുന്നു. അപ്പോൾ അടുത്ത ആന പറയാണല്ലേ, ആ മരത്തിന് താഴെ നിൽക്കുന്ന ആനയാണ് പറയുന്നത്, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികളൊക്കെ വിശന്ന് കരയുകയാണെന്ന് പറയുകയാണല്ലേ. അപ്പോൾ അതിന് താഴെയുള്ള ആന എന്താ പറയുന്നത്? അതെ അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഭക്ഷണമൊന്നും കിട്ടാനില്ലാണ്ടായാൽ നാം എങ്ങനെ ജീവിക്കും എന്നവർ ആശങ്കപ്പെടുകയാണല്ലേ. ഇനി അടുത്ത ഭാഗം നോക്കൂ കൂട്ടുകാരെ. മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു, വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിയും വെടിവെക്കും. അപ്പോൾ ആനകൾ തമ്മിൽ വീണ്ടും സംസാരിക്കുകയാണല്ലേ. എന്താണ് അവർ പറയുന്നത്? മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു. അത് കൂട്ടത്തിലെ ഒരു ആന പറയുകയാണ്, മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു, വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. മനുഷ്യർ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള വാഴ, കരിമ്പ്, ചക്ക ഇതെല്ലാം അവർ നശിപ്പിച്ചു എന്നുള്ള പരാതി കേൾക്കുകയാണല്ലേ. അപ്പോൾ എന്താണ് തൊട്ടപ്പുറത്തുള്ള ആന എന്താ പറയുന്നത്? നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിയും വെടിവെക്കും. നാട്ടിലേക്ക് ഇറങ്ങുന്നത്, ഭക്ഷണത്തിനായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാവുകയാണ്. അവരെന്ത് ചെയ്യും? വെടിവെക്കും. പിന്നെ അതുപോലെ പടക്കമെറിഞ്ഞ് പേടിപ്പിക്കും, ആനകളെ ശല്യപ്പെടുത്തുകയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് എടുത്തോളൂ. അടുത്ത ഭാഗത്ത് എന്താണ്? വീണ്ടും ആനകളും മൃഗങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ താഴെ ആ ഒരു സൈഡിലായിട്ട് താഴെ ഭാഗത്ത് ഒരു കുറുക്കൻ ഇരിക്കുന്നുണ്ടല്ലേ. കുറുക്കൻ പറയുന്നുണ്ട്, ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നത്രേ. അപ്പോൾ മരത്തിന് മുകളിലിരിക്കുന്ന കിളികൾ എന്താ പറയുന്നത്? കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ. അപ്പോൾ അവരെല്ലാവരും കൂടെ, മൃഗങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണല്ലേ. കുറുക്കന് എന്താ പറയുന്നത്? കിഴങ്ങ് കട്ട് തിന്നു എന്നൊരു പരാതിയുണ്ട്. അതുപോലെ തന്നെ കിളികൾ പറയാണ് കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ താഴെ ഒരു ആന പറയുന്നുണ്ട്, നമുക്കും വിശപ്പില്ലേ, അതെന്താ ആരും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആന സങ്കടത്തോടെ, കണ്ണുനീരൊക്കെ വരുന്നുണ്ടല്ലേ ആനയുടെ കണ്ണിൽ. ആ ഒരു ചിത്രത്തിലോട്ട് നോക്കൂ. അപ്പോൾ ആന വളരെ സങ്കടത്തോടെ പറയാണ്, നമുക്കും വിശപ്പില്ലേ, അതെന്താ ആരും മനസ്സിലാക്കാത്തത്. അപ്പോൾ അവരവരുടെ സങ്കടങ്ങളും ആശങ്കകളും ഒക്കെ പറയുകയാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം നമ്മുടെ സഹജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് സഹായിക്കണം. നമ്മൾ വേസ്റ്റിലിടുന്ന ഭക്ഷണം ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് കൊടുത്ത് സഹായിക്കണം അല്ലേ. അവർക്കും വിശപ്പുണ്ടല്ലേ, അവരവരുടെ ആശങ്കകളാണല്ലേ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പേജ് നോക്കൂ. അതിൽ കൂട്ടത്തിൽ വലിയ ഒരു ആന എന്തോ പറയുന്നുണ്ടല്ലേ. എന്താ പറയുന്നത്? മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല തടിമിടിക്കില്ലേ, നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ കൂട്ടത്തിലെ വലിയൊരു ആന പറയാണ്, മനുഷ്യരെ എങ്ങനെയാണ് കുറ്റം പറയുക? അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന, കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഫലങ്ങളല്ലേ, അതെല്ലാം നശിപ്പിച്ചാൽ അവരെങ്ങനെയാണ് നമ്മൾ കുറ്റം പറയുക? അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ്, അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല തടിമിടുക്കില്ലേ, നമുക്ക് നല്ല ആരോഗ്യമില്ലേ, നല്ല തടിയില്ലേ, നമ്മൾ ആനകൾ വലിയ ശരീരമുള്ളവരും നല്ല ആരോഗ്യമുള്ളവരുമല്ലേ.
അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാമെന്ന് അവർ പറയുകയാണല്ലേ. അപ്പോൾ അടുത്തുള്ള ആന പറയാണ്, എന്താ പറയുന്നത്, നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം, ഇത് നല്ലൊരു ഐഡിയ ആണ്, നമുക്കും കൃഷി ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പേജിൽ നോക്കാം അല്ലേ. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, അതവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പേജ്, അടുത്ത പേജ് എടുത്തോളൂ കേട്ടോ കൂട്ടുകാരെ. നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ വളരെ മനോഹരമായ ഒരു ചിത്രമാണല്ലേ നമ്മൾ കാണുന്നത്. ആനയും എലികളും കുറുക്കനും കുരുവികളും കിളികളും ഒന്നിച്ച് കൃഷി ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ചിത്രമാണല്ലേ കാണുന്നത്. അവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, അവിടെ ഒരു ക്വസ്റ്റ്യനും ഒരു ചോദ്യവും കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആന മണ്ണ് മാന്തി എടുക്കുന്നുണ്ട്, അതുപോലെ വെള്ളം നനയ്ക്കുന്നുണ്ട്. കിളി എന്ത് ചെയ്യുന്നുണ്ട്? കിളിക്ക് പറ്റുന്നത് പോലെ മണ്ണ് നോക്കുന്നുണ്ട്. അതുപോലെ എലിയും കൃഷി ചെയ്യാൻ ആവശ്യമായ മണ്ണും വിത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കുറുക്കന്മാർ നടാനുള്ള വേരുകളും പുല്ലുകളൊക്കെ പറിച്ചെടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ബോക്സിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കണേ കൂട്ടുകാരെ. ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ഭാഗത്ത് ആരെല്ലാം ഏതൊക്കെ മൃഗങ്ങൾ എന്തെല്ലാം ചെയ്യുന്നെന്ന് ഒന്ന് എഴുതി വെക്കണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം കേട്ടോ. അടുത്ത പേജ് നോക്കൂ കൂട്ടുകാരെ. ഒരു വണ്ടിയിൽ കൃഷി ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യാണ്, കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടെ പോവുകയാണല്ലേ. കൂട്ടുകാർക്ക് ഉത്സാഹമായി, എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി, എല്ലാം റെഡി, ഇനി തുടങ്ങാം, അങ്ങനെ പറയുകയാണല്ലേ. ആരാണ്? ട്രാക്ടർ പോലെയുള്ളൊരു വണ്ടി ഓടിക്കുന്നത് കണ്ടോ, അത് കരടിയാണല്ലേ. അതുപോലെ ഒരു കാളവണ്ടിയിൽ ഒത്തിരി മൃഗങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ. കുരങ്ങനുണ്ട്, കുറുക്കനുണ്ട്, മുയലുണ്ട്, അതുപോലെ ബാക്കിൽ ഒരു അണ്ണാനും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളെല്ലാം ഉണ്ടല്ലേ. എന്തെല്ലാം ഉപകരണങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു മഴുണ്ട്, അരിവാളുണ്ട്, കൈക്കോട്ടുണ്ട്, അതുപോലെ തന്നെ മണ്ണ് മാന്തുന്ന ഒരു ഉപകരണമുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടല്ലേ. ഒരു കൊട്ടയുണ്ട്, കൊട്ടയിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ കൃഷിസ്ഥലം, നമുക്ക് ആദ്യം കൃഷി ചെയ്യാനൊരു സ്ഥലം വേണം. ആ സ്ഥലത്ത് ചപ്പുചവറുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കാൻ ഒത്തിരി ഉപകരണങ്ങൾ വേണം. ആ ഉപകരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്ത് വേണം, വിത്ത് വെക്കാനുള്ള കൊട്ട, എല്ലാം ആ ഒരു ചിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലേ. നല്ല മനോഹരമായിട്ട് അവർ ഉത്സാഹത്തോടു കൂടി കൃഷി ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ചെറിയൊരു വർക്കുണ്ട്. കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗം എന്നിങ്ങനെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ചിത്രത്തിലുള്ള ഉപകരണങ്ങൾ ഓരോന്നായിട്ട് താഴെ ബോക്സിൽ എഴുതുക. ഉപകരണങ്ങൾ എന്ന ആ ഒരു കോളത്തിൽ എഴുതുക. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അതിന് നേരെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് എഴുതാമല്ലോ അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. അടുത്ത പേജ് നോക്കൂ കൂട്ടുകാരെ. പറയാം എഴുതാം, ഒരു ചെറിയ വർക്കാണല്ലേ. ഒരു മനോഹരമായ ചിത്രം അവിടെ കാണുന്നുണ്ട്. കൃഷി ചെയ്യാൻ എല്ലാ കൂട്ടുകാരും എല്ലാ മൃഗങ്ങളും ഒത്തൊരുമിച്ചല്ലേ. കുരങ്ങന് മനുഷ്യന്മാരെ പോലെ തലയിൽ തോർത്തൊക്കെ കെട്ടി അരക്ക് ഭാഗത്തേക്ക് കൈയൊക്കെ കൊടുത്ത് കയ്യിലൊരു മഴുവൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. ആന എന്തോ പറയുന്നുണ്ട്, കിളി എന്തോ പറയുന്നുണ്ട്, എലി എന്തോ പറയുന്നുണ്ട്, മുയൽ എന്തോ പറയുന്നുണ്ട്. ശേഷം എല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ. അപ്പോൾ എന്തെല്ലാം കൃഷി ചെയ്യണം എന്നാണ് കുരങ്ങൻ്റെ ആ ഒരു ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് സംഭാഷണം. അപ്പോൾ എന്താ പറയുന്നത്? ആന എന്താ പറയുന്നുണ്ടാവുക? കുരുവി എന്താ പറയുന്നുണ്ടാവുക? ആന കഴിക്കുന്ന ഭക്ഷണമല്ല കുരുവി കഴിക്കുന്നത്, കുരുവി കഴിക്കുന്ന ഭക്ഷണമല്ല എലി കഴിക്കുന്നത്, എലി കഴിക്കുന്ന ഭക്ഷണമല്ല മുയൽ കഴിക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നത് എന്താണ്? അവരവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൃഷി ചെയ്യാമെന്ന് പറയാണല്ലേ. അപ്പോൾ എന്തെല്ലാം കൃഷി ചെയ്യണമെന്ന് കുരങ്ങന് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആന എന്താ പറയുക? കരിമ്പ് കൃഷി ചെയ്യണം, അതുപോലെ പഴങ്ങൾ കൃഷി ചെയ്യണം, ചക്ക കൃഷി ചെയ്യണം എന്നൊക്കെ പറയുകയാണല്ലേ. അപ്പോൾ ആ ബോക്സിൽ കരിമ്പും പഴങ്ങളും ചക്ക, മാങ്ങ എന്നിങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്ന് എഴുതണം. അതുപോലെ കിളി പറയുന്നത് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യണം എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ എലി പറയാണ് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് കൃഷി ചെയ്യാം. നമുക്ക് എലി കഴിക്കുന്നതാണ് എലി പറയുന്നത്. മുയൽ എന്താ പറയുന്നത്? ക്യാരറ്റ് പോലുള്ളവ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഓരോരുത്തർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണല്ലേ അവർ പറയുന്നത്. അപ്പോൾ അതവിടെ എഴുതി ചേർക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അടുത്ത പേജിലൊരു വർക്കാണല്ലേ വരുന്നത്. എന്താണ്? വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം.
ഒരു കവിത തന്നിട്ടുണ്ട്. അതിൽ 4 വരികൾ നമ്മളോട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ കവിത ഒന്ന് പാടി നോക്കാം അല്ലേ. മണ്ണു കിളക്കേണം നന്നായി മണ്ണു കിളക്കേണം, നിലമൊരുക്കേണം നന്നായി നിലമൊരുക്കേണം, വിത്തു വിതയ്ക്കേണം നന്നായി വിത്തു വിതയ്ക്കേണം. പിന്നെ 4 വരി നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ണാലോ എന്നാണ് കവിത അല്ലേ. എന്താ പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതൊരു കവിതയിൽ കൊടുത്തിട്ടുണ്ടല്ലേ. മണ്ണ് കിളക്കണം, നന്നായിട്ട് മണ്ണ് കിളക്കണം, അതുപോലെ നിലമൊരുക്കണം, നന്നായിട്ട് നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, നന്നായിട്ട് വിത്ത് വിതയ്ക്കണം. പിന്നെ നമുക്ക് എന്ത് കൂട്ടിച്ചേർക്കാം, വെള്ളം ഒഴിക്കണം നന്നായി വെള്ളം ഒഴിക്കണം, അങ്ങനെയൊക്കെയുള്ള വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടുകാരവിടെ എഴുതി കൊടുക്കണേ. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ നോക്കൂ, എന്തെല്ലാം അവർ കൃഷി ചെയ്ത്, മൃഗങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ കായ്ക്കനികളും അവിടെ കൊടുത്തിട്ടുണ്ട്. കരിമ്പുണ്ട്, വാഴപ്പഴമുണ്ട്, അതുപോലെ നെല്ലുണ്ട്, എല്ലാം നന്നായി വന്നിട്ടുണ്ട്. അവർ നന്നായി കൃഷി ചെയ്തിട്ട് എല്ലാം നന്നായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു 4 വരി നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണേ. അടുത്ത പേജിൽ നോക്കൂ കൂട്ടുകാരെ. വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി. അപ്പോൾ അവർ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ കായ്ക്കനികളും എന്ത് ചെയ്തു, വിളവെടുക്കാനുള്ള സമയമായില്ലേ. കുഞ്ഞനാനയും കൂട്ടുകാരും എന്ത് ചെയ്യാണ്, വളരെയധികം സന്തോഷിക്കുകയാണ്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം അവർ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ദിവസം എത്തിയില്ലേ. അപ്പോൾ ഇനി മനുഷ്യന്മാരെ ശല്യപ്പെടുത്തണ്ട, അവരുടെ കൃഷിയൊന്നും നശിപ്പിക്കണ്ട. കാരണം എന്താ, അവർ മൃഗങ്ങൾ തന്നെ കൂട്ടുകാരെ ഒന്നിച്ച് അവർ തന്നെ കൃഷിയൊക്കെ ചെയ്ത് കായ്ക്കനികൾ വിളവെടുക്കുന്ന ദിവസമായില്ലേ. ഇനി നമുക്ക് അവിടെ ഒരു ബോക്സും അതിന് മുകളിൽ ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്, ആ ചിത്രത്തിൽ നോക്കൂ. എന്തെല്ലാം ഉണ്ട്, ആന കരിമ്പ് പറിക്കുന്നുണ്ട്, അതുപോലെ മത്തനുണ്ട്, അതുപോലെ ക്യാരറ്റുണ്ട്, കൈപ്പക്ക, പാവയ്ക്കുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ എന്തെല്ലാം വിളവുകളാണ് കിട്ടിയതെന്ന് 1 by 1 ആയിട്ട് ആ ബോക്സിൽ താഴെ എഴുതി കൊടുക്കണേ കൂട്ടുകാരെ. ഇത്രയും ഭാഗമാണ് ഈ ഒരു പേജിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. പറഞ്ഞതെന്തെല്ലാം അതാണല്ലേ അടുത്ത പേജിൽ. ഫസ്റ്റ് തന്നെ നമുക്കുള്ളൊരു ചെറിയ ഹെഡിങ്, ഹായ് എന്ത് രുചി എന്ന് മുയൽ പറയാണ്. അപ്പോൾ തുമ്പിക്കൈയിൽ പഴം പിടിച്ചു നിൽക്കുന്ന ആന എന്താ പറയുന്നത്, പഴത്തിനും നല്ല സ്വാദുണ്ട്. ഇനി അവിടെ 3 ബോക്സുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട്, പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട്. മുയൽ പറയുന്നതും, മുയലല്ല കുറുക്കൻ പറയുന്നതും, കിളി പറയുന്നതും, തത്ത പറയുന്നതും. അപ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്, ഇതുപോലെ പറയുന്നുണ്ടാവുമല്ലേ, നല്ല സ്വാദുണ്ട്, നല്ല രുചിയുണ്ട്, നല്ല ഭക്ഷണമാണ്, നമുക്കൊരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ കിട്ടി, നല്ല വിളകൾ കിട്ടി എന്നൊക്കെ പറയുകയാണല്ലേ. അങ്ങനെയുള്ള ഒരു സംഭാഷണമാണ് പറഞ്ഞത്. എന്തെല്ലാം ഓരോരോ മൃഗങ്ങളും എന്തെല്ലാമാണ് പറഞ്ഞത് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് താഴെ പുതിയൊരാൾ വന്ന് പറയുന്നുണ്ട്. ആരാണ്, കരടി വന്ന് പറയുന്നുണ്ട്, ഒത്തുപിടിച്ചാൽ മലയും പോരും. അതൊരു പഴഞ്ചൊല്ലാണല്ലേ കൂട്ടുകാർ, പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ. അപ്പോൾ കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. ഒരു ചെറിയ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ ക്വസ്റ്റ്യൻ അല്ല ഒരു വർക്കാണത്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള വർക്കാണ്. കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തിയിട്ട് എഴുതാം. ഒത്തുപിടിച്ചാൽ മലയും പോരും, അതൊരു പഴഞ്ചൊല്ലാണ്. അതുപോലെയുള്ള അതേപോലെ എക്സാമ്പിളായിട്ടുള്ള ഒരു 2 or 3 പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതണേ കൂട്ടുകാരെ. അടുത്ത പേജിൽ പാടാം രസിക്കാം എന്നൊരു കൊച്ചു കവിതയാണല്ലേ പറയുന്നത്. പാടി രസിക്കാനുള്ളൊരു കവിതയാണ്. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യാ താര താരിളം തെയ്യാര, ആനമലയിൽ കൂനമലയിൽ കാടൊതുക്കി തെയ്യാര, കിള കിളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാര. എന്താ പറയുന്നത്, മൃഗങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണല്ലേ. എന്താ കാരണം, എന്താ, അവർ കാടൊതുക്കിയിട്ട് കിള കിളച്ചു, നനച്ചു, അതുപോലെ വിതച്ചു അല്ലേ. കൃഷിക്കാവശ്യമായ എല്ലാ സംഭവങ്ങളും അവർ ചെയ്തിട്ടുണ്ടല്ലേ. അതെല്ലാം അവർ പാടി രസിക്കുകയാണല്ലേ. ഇനി നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അടുത്ത പേജ് എടുക്കൂ. ആനമലയിൽ കൂനമലയിൽ വിതച്ചതും തെയ്യാര, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാര. പിന്നെന്താ പറയുന്നത്, ആനമലയിലും കൂനമലയിലൊക്കെ വിതച്ചതും അതുപോലെ മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും നനച്ചു കൊടുത്തതും എല്ലാം അവിടെ പറയുന്നുണ്ടല്ലേ. ആ ഒരു മൃഗങ്ങൾ വളരെ ഉല്ലാസത്തോടു കൂടെ രസിച്ച് പാട്ട് പാടിയിട്ട് അവരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണല്ലേ. പിന്നെന്താണ്, ആനമലയിൽ കൂനമലയിൽ തേവി നനച്ചതും തെയ്യാര, കള പറിച്ചതും
കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര. അവരെന്തുകൂടെ ചെയ്തു? ആനമലയിലും കൂനമലയിലും തേവി നനച്ചു, അതുപോലെ കള പറിച്ചു അല്ലേ, കതിരണിഞ്ഞു, അതുപോലെ തന്നെ അവരതിന് കാവലിരുന്ന് അതിനെല്ലാം സംരക്ഷിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കവിത. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ് ഈ ഒരു നന്നായി ഉണ്ണാൻ എന്നുള്ളത്? ഈ ഒരു കഥയിൽ എന്താ പറയുന്നത്? നന്നായി ഉണ്ണാൻ നമ്മൾ നന്നായി അധ്വാനിക്കണം. മനുഷ്യരെ ഒന്നും ശല്യപ്പെടുത്താണ്ട് മൃഗങ്ങൾക്ക് തന്നെ കൃഷി ചെയ്ത് അധ്വാനിച്ച് കള പറിച്ചിട്ടുള്ള ആ ഒരു കൃഷി ചെയ്യുന്ന രീതിയാണല്ലേ. ഓരോ മൃഗങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തമായ ഒരു ചിത്രീകരണമാണല്ലേ നമ്മൾ ഈ ഒരു കഥയിലൂടെ പഠിച്ചത്. വളരെ രസകരമായിട്ടാണല്ലേ നമ്മൾ പഠിച്ചത്. കവിതയായിട്ടും കഥയായിട്ടും ആ ഒരു മൃഗങ്ങളുടെ സംഭാഷണമായിട്ടും അവരുടെ ഒത്തുപറിച്ചിലും ആശങ്കകൾ പറിച്ചിലും അവരൊന്നിച്ചുള്ള ആ ഒരു രസകരമായ രീതിയിലൂടെ നമ്മൾ ഈ ഒരു കഥ പഠിച്ചൂലേ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാഠഭാഗം നന്നായി വായിച്ച് നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ കവിത നന്നായിട്ട് പാടി നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു നന്നായി ഉണ്ണാൻ ആ ഒരു പാഠത്തിൻ്റെ പേര് പോലെ തന്നെ നന്നായി ഉണ്ണാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ നന്നായി അധ്വാനിച്ച് കൃഷി ചെയ്യണമല്ലേ. അപ്പോൾ നമുക്ക് നന്നായി ഉണ്ണാൻ കഴിയൂലേ, ആരെയും ശല്യപ്പെടുത്താതെ. ഈ ഒരു ചാപ്റ്ററിൽ അതാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇനി ഇതിൽ കൂട്ടുകാർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് വർക്കുകളാണ്. അപ്പോൾ പാഠം നന്നായി മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ആ വർക്കുകളൊക്കെ കൂട്ടുകാർ ചെയ്ത് ഈ ഒരു നന്നായി ഉണ്ണാൻ എന്നുള്ള പാഠം നന്നായിട്ട് പഠിക്കണേ കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.